മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കിയ UDF ഘടകകക്ഷികൾ. തീരുമാനം വൈകുന്നതിൽ പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗം അതൃപ്തി രേഖപ്പെടുത്തി. കാലതാമസം ജനങ്ങളിൽ നിരാശയുണ്ടാക്കിയെന്ന് RSPയും കുറ്റപ്പെടുത്തി. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നാളെ തിരുവനന്തപുരത്ത് അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ജയിച്ച സ്ഥാനാർത്ഥികളും നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനിടെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്നത്. തീരുമാനം വൈകുന്നതിൽ നേതൃയോഗം അതൃപ്തി രേഖപ്പെടുത്തി. ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും തുടർ നടപടികൾക്കായി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയെന്നും യോഗത്തിനു ശേഷം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ വിമർശനവുമായി RSPയും രംഗത്തെത്തി. കാലതാമസം ജനങ്ങളിൽ നിരാശയുണ്ടാക്കിയെന്ന് NK പ്രേമചന്ദ്രൻ MP. ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള കാലതാമസം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രവർത്തകരിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള നിരാശ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് പങ്കില്ലെന്ന കോൺഗ്രസ് നേതാവ് MM ഹസന്റെ പരാമർശത്തിലും നേതാക്കൾ വിമർശനമുയർത്തി. ഇന്നലെ വരെ ഒരുമിച്ച് നീങ്ങിയതുകൊണ്ടും നാളെയും ഒരുമിച്ച് നീങ്ങണം എന്ന ആഗ്രഹം ഇപ്പോഴും ഉള്ളതുകൊണ്ടും നല്ല നാടൻ ഭാഷയിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തിയില്ല എന്നായിരുന്നു നിയുക്ത MLAയും CMP നേതാവുമായ CP ജോണിന്റെ പ്രതികരണം. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.